أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون آمنا بالله وبرسوله وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين. എന്തൊക്കെ തജ്വീദ് പറഞ്ഞോളി. വയഖൂലൂന അടങ്ങൾ അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്വാദ് കാണില്ലേ? വയഖൂലൂന ആമന്ന ബില്ല എന്നുള്ളിടത്ത് കാണില്ലേ? ഉണ്ട്. പിന്നെ കാണത് വബിർ റസൂലി അവിടെയുണ്ട്. പിന്നെ വ അത്തഅന എന്നുള്ളിടത്ത് ഈ ഹംസ കാണുന്നുണ്ട് അല്ലേ? ഈ ഹംസ കാണുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. പിന്നെ അതിലുള്ളത് ഐനിൻ്റെ മുകളിൽ കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ ഒരു അടയാളം അല്ലേ? അത്തഅന അല്ലേ? കാണില്ലേ? പിന്നെ രണ്ട് സൈസ് വമ്മ് ഫരീഖുൻ എന്നുള്ള ഇങ്ങനെ അവിടെ ഉള്ളത്. ചിലയിടത്ത് അങ്ങനെ ആവില്ല. പിന്നെ നൂനിൻ്റെ മുകളിലും ഈ അടയാളം കാണുന്നുണ്ട്. പിന്നെ മിംബാഴ്തി സാക്കിനായ നൂനിൻ്റെ മുകളിൽ ചെറിയ ഒരു അടീക്ക് വാലുള്ള മീമുണ്ട്. പിന്നെ ബഅദി എന്നുള്ളിടത്ത് അയിനിന് പിന്നെ ഈ അടയാളമുണ്ട്. പിന്നെ ദാലിക വമാ ഉലായിക ആ വാവിൻ്റെ മുകളിൽ മുദവ്വറായ സുക്കൂനുണ്ട്. പിന്നെ ബിൽ മുഅ്മിനീൻ അവിടെ ലാമിൻ്റെ മുകളിൽ എന്തുണ്ട്? ഈ അടയാളമുണ്ട്. ഇതാണ് ഇപ്പം നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഇതിനാണ് റംസ് എന്ന് പറയുന്നത്, റുമൂസ് എന്ന് പറയുന്നത്. ഈ അടയാളം എന്തിനെ കാണിക്കുന്നത്? വസ്ലിൻ്റെ അംസയെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഓതുന്നത്? ബി അള്ളാഹി എന്ന ഓതുന്നത് അല്ല, ബില്ലാഹി. അലിഫിന് ഉച്ചാരണമില്ല, തലഫുലില്ല. ഇവിടെയോ വ അ ഓതുണ്ട്. വ അതഅന. അപ്പം ഇങ്ങനെ വന്നാൽ ഉച്ചരിക്കണം, ഇങ്ങനെ വന്നാൽ കൂട്ടി ഓതുമ്പോൾ ഉച്ചരിക്കണ്ട, അല്ലെങ്കിൽ ഉച്ചരിക്കണം കേട്ടോ. പിന്നെ ഇതോ അതിനാണ് റസുൽ ഹായ് എന്ന് പറയുന്നത്. ഇതാണ് സംഗതി. അതിൻ്റെ വാലയുടെ മുറിക്കുക. അപ്പം മുറിയൻ ഹായ്, ചിലർ മുറിയൻ ഹാ എന്നും പറയാറുണ്ട്. കാരണം ഒരു പുള്ളി പോയതാണെന്നാ. രണ്ടും ഉച്ചരിക്കാറുണ്ട്. അപ്പം റസുൽ ഹായ്. ആ റസുൽ ഹായ് വരുന്നത് എന്തിനാ? ഈ അടയാളം ഏതൊരക്ഷരത്തിൻ്റെ മുകളിൽ വരുന്നോ ആ അക്ഷരത്തെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഈ അടയാളം ഏതൊരക്ഷരത്തിൻ്റെ മുകളിലാണോ വരുന്നത് ആ അക്ഷരം ഉച്ചരിക്കണം, തലഫുദ് വേണം എന്ന് കാണിക്കാനാണ് എന്ത്. സാധാരണ ഇപ്പം നമ്മൾ സുക്കൂനാവുമ്പോൾ ചിലപ്പം തലഫുദ് ഉണ്ടാവില്ല. ഇങ്ങനെ ഇപ്പോൾ ഒരു ലാമിട്ടു, അതിന് നമ്മളൊരു അർക്കത്തുമില്ല. അതിൻ്റെ മുമ്പിലും പിമ്പിലും വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് അവിടെ എന്തുണ്ടാവില്ല? ചിലപ്പോൾ ഈ ലാമിന് ഉച്ചാരണം ഉണ്ടാവില്ല. എന്നാൽ ഈ അടയാളം കാണുമ്പോൾ ഉച്ചാരണം ഉണ്ടാവും. അതിനിവിടെ ഇത് നോക്കി നിങ്ങൾ. അത്താഴന അത്താഴന അവിടെ അയിന് ഉച്ചരിക്കണം. പിന്നെ മിൻഹും ആ നൂനിൻ്റെ കണ്ടില്ലേ? ആ നൂനിനെ ഇൽഹാറാക്കി ഉച്ചരിക്കണം. അതിനാണ് അടയാളിട്ട്. പിന്നെ ബഅദി
അവിടെയും കാണാം. അപ്പം അങ്ങനെ ഇടുന്നിടത്ത് എന്ത് ചെയ്യണം? ആ അക്ഷരത്തെ ഉച്ചരിക്കണം. പിന്നെ ഇത് കാണുന്നിടത്തോ ആ വാവിന് ഉച്ചാരണം തന്നെ ഉണ്ടാവില്ല, ആ അക്ഷരത്തിന് തന്നെ ഉച്ചാരണം ഉണ്ടാവില്ല, ആ അക്ഷരത്തിന് തന്നെ ഉച്ചാരണം ഉണ്ടാവില്ല. എന്നാൽ ഇതേ വാവിൻ്റെയും യാഇൻ്റെയും മുകളിൽ അലിഫ് വന്നാലോ വാ എന്നാണോ ഉച്ചരിക്കേണ്ടത്, യാ എന്നാണോ ഉച്ചരിക്കേണ്ടത്? അല്ല, ആ എന്നാ ഉച്ചരിക്കേണ്ടത്. മിഡിൽ വന്നാൽ ആ. എന്നാൽ ഇങ്ങനെ വന്നാലോ അത് വാ യാ. അതാണ് അതിൻ്റെ പ്രത്യേകത. വാവിൻ്റെയും യാഇൻ്റെയും മിഡിൽ വന്നാൽ അകാരമായി ഉച്ചരിക്കണം. വാവിൻ്റെയും യാഇൻ്റെയും ശേഷം വന്നാൽ വാ യാ ഉച്ചരിക്കണം. അതാണ് അതിൻ്റെ വ്യത്യാസം. അവിടെ ഈ ആയത്തിലുണ്ട് നോക്കി, യത്തവല്ല. കണ്ടോ? നമ്മൾ യത്തവല്ലയാന്നോതുണ്ടോ? ഇല്ല, യത്തവല്ല. പിന്നെ ഈ അടയാളമാണ് വന്നത്. ഇതോ ആ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുക്കൽ ഇദ്ഗാമായിരിക്കും, അല്ലെങ്കിൽ യഖ്ഫ ആയിരിക്കും. ഇത് രണ്ടിനുമാണ് ഈ സിഗ്നൽ വരിക. ഒന്നുക്കൽ ഇദ്ഗാം. അപ്പം ഇനി ഇദ്ഗാമാണോ ഇഖ്ഫ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ശേഷം വരുന്ന അക്ഷരം നോക്കുക. ഇതിൻ്റെ ശേഷം ഇവിടെ എന്താ വന്നത്? മീം. മീം എന്തിൽ പെട്ടതാണ്? ഇദ്ഗാം പെട്ടതാണ്. അപ്പം എങ്ങനെ ഓതണം? ഫരീഖും മിൻഹും, അവിടെ ഇദ്ഗാം ചെയ്യണം എന്നർത്ഥം. അതാണ് അതിൻ്റെ സൂത്രം. ഇനി മീമല്ല, ഇദ്ഗാമിൻ്റെ അക്ഷരമല്ല വന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ കണ്ടാൽ ഇഖ്ഫ ചെയ്യണം. ഇനി ചിലപ്പോൾ ഇങ്ങനെ കാണുങ്ങൾ, ഇങ്ങനെ കാണാം അല്ലേ? വഫൂർ റഹീം, അവിടെ എന്താ ചെയ്യാം? അവിടെ ഇദ്ഗാം തന്നെയാണ്. പിന്നെ ചിലയിടത്ത് ഇങ്ങനെ കാണാം, അവിടെ എന്താണ്? ഇൽഹാർ ആയിരിക്കും. ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഒരു ലമ്മ് ഇങ്ങനെയും ഒരു ലമ്മ് കമഴ്ത്തിയിടുക. അപ്പം എന്തായിരിക്കും? ഇൽഹാറിൻ്റെ അടയാളമാണത്. ഇൽഹാറിൻ്റെ അടയാളം ഇവിടെ എവിടെയും വന്ന് നോക്കി ഉണ്ടോ? ഈ ആയത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ ആയത്തില്ല, വേറെ വേറെ ഇതിൻ്റെ താഴൊക്കെ ഉണ്ടാവും. ആ കണ്ടോ? താഴ്ത്തും മഅറൂഫത്തും നോക്കി, ലാസ്റ്റിൽ 53-ാമത്തെ വചനം കണ്ടില്ലേ? ഒരു ലമ്മ് ഇട്ടണ്, മറ്റേ കമഴ്ത്തി ഇട്ടണ് അല്ലേ? അത് കൂട്ടിയതാണെങ്കിൽ ഇതാ മഅറൂഫത്തുൻ ഇന്ന. അവിടെ മണിക്കാനോ ഇഖ്ഫ ചെയ്യാനോ പാടില്ല. അതിനാണ് ആ അടയാളം വരുന്നത്. പിന്നെ നൂനിന്മേൽ ചെറിയ താഴത്തേക്കുള്ള വാലുള്ള മീമിട്ട് വേണം. അതെന്തിനാ? ആ ശേഷം വരുന്ന ബ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇക്ലാബ് ചെയ്യണം. ശേഷം വരുന്ന ബ ആണെങ്കിൽ ഇക്ലാബ്. അപ്പം ആ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മറിക്കണം. അതിനാണത് ഇട്ടിട്ടുള്ളത്. വേറെന്തെങ്കിലും അതിലുണ്ടോ? അത് മതി. ഉലായിക്ക, നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിനെന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ഉലായിക്ക എത്ര നീട്ടണം? 4 to 6 കൂട്ടണം. വമാ അവിടെയും വേണം എന്ത്? 4 to 6. അപ്പം എങ്ങനെ ഓതണം? വമാ ഉലായിക്ക. പിന്നെ ബിൽ മുഅ്മിനീൻ. അവിടെ കണ്ടോ? ആ ലാം ഉച്ചരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടില്ല നിങ്ങൾ ഈ അടയാളം? ബി ഈ അടയാളം റസൂലായി കാണാം. ആ ഉച്ചരിക്കണം എന്നുള്ളതിനാ. അവിടെ ബിൽ മുഅ്മിനീൻ എന്നാണ് ഊത. എന്നാ വശംസി എന്നുള്ളിടത്തോ അവിടെ ലാമന്നല്ലേ? വശംസി അല്ലേ? ഇവിടെ ഈ ലാമിൻ്റെ മുകളിൽ ഈ അടയാളം ഉണ്ടാവില്ല, ഇയാളുണ്ടാവില്ല. വൽക്കമരി എന്നുള്ളിടത്ത് ഇവിടെ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വൽ ഖമരി വശംസി, രണ്ട് ഓത്ത് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? ഈ അടയാളം ഉണ്ടാവുമ്പം റസൂലാവ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. അതാണ്. വേറെ എന്തെങ്കിലും തജ്വീദ് സംശയം ഉണ്ടോ? ഏതിനെ? അത് പിന്നെ അത് പല സൈസ് ഹത്തുണ്ട്. ഇപ്പം കുൽ അഊദു റബ്ബിൽ ഫലക്ക് എന്നൊക്കെ ഉള്ളിടത്ത്, ഫലക്കി എന്നൊക്കെ ഉള്ളിടത്ത് ചിലപ്പോൾ നീണ്ട കെസ്റ് കാണാം. അത് ഹത്തു റുക്കയിലെ ഒരു വകുപ്പാണത്. ആ ഹത്തുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അത് വേറെ കുറേ നിയമം പഠിക്കാണ്ടതിന്. ഇപ്പോൾ ഖുർആൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ, നമ്മളെ വിഷയമല്ല ഇത്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടർ പഠിച്ചവർക്കറിയാം. ഇവിടുന്ന് ഇവിടെ വരെ ഇത്ര നീളം. മനസ്സിലായില്ലേ? എന്തായാലും പറയില്ല, എനിക്കറിയില്ല. നിങ്ങളാ ഇവിടെ ഇങ്ങനെ 3 വരെയൊക്കെ കണ്ടില്ലേ? എവിടെ പോകാൻ ശബല്ലേ? അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ ഇത് നേരെയായിട്ട് വരുന്നത് അല്ലേ? അതേപോലെ ഖുർആൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ചെറിയൊരു വ്യത്യാസം വരും.
അതിന് ഓലെന്ത് ചെയ്യും? ഇങ്ങനെ ഇടുന്ന് കിട്ടും. അപ്പം എന്താവും? ഇതും അതിൻ്റെ ആ ഇടയിലുള്ള ഇത് തുല്യമായിട്ട് വരും. ഗ്യാപ്പ് തുല്യമായിട്ട് വരും. അങ്ങനെയുള്ളതും ചിലപ്പോൾ അതാണ് ചിലയിടത്തൊക്കെ ഖുർആനിൽ അങ്ങനെ വരാൻ കാരണം. പിന്നെ രണ്ടാമത്തൊന്ന്, ഈ ഖത്തുർ റുക്കായിയിൽ ആ അലിഫ് പിന്നെ ഹറക്കത്ത് ചിലപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ചിലയിടത്ത് ഇങ്ങനെ എഴുതണം ഒരു അക്ഷരം, ആ അക്ഷരത്തിൻ്റെ മുമ്പിലുള്ള അക്ഷരം ഇസ്തിഗ്ലാഇൻ്റെ അക്ഷരമാണെങ്കിൽ പിന്നെ വരുന്നതിന് ഇത്ര നീട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിയമങ്ങളുണ്ട്. ആ അടിസ്ഥാനത്തിലും വരും. മനസ്സിലായില്ല? അധികം വരുന്നത് ഈ നിയമം അനുസരിച്ചാണ്. അത് നമ്മൾ തജ്വീദുമായിട്ട് ബന്ധമല്ലേ ഇതിന്. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? സുക്കൂനാണത്. സുക്കൂനിനെ അതിനൊരു ഇതുണ്ട്. സുക്കൂൻ ഇട്ട് കഴിഞ്ഞാൽ, സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ? സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ? സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഫതഹോ കെസിറോ ലമ്മോ അല്ലാത്ത അവസ്ഥ. ഇത് മൂന്നും അല്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ അറിയാം. സുക്കൂൻ അല്ലേ? ആ, ഈ, ഉ, ഇത് മൂന്നും ഇല്ല. ഇങ്ങനെ എഴുതിയാൽ എന്താ? ഫതഹും കെസിറും ഇല്ലാത്ത നഗ്നമായ അവസ്ഥയായി. ഇതാണ് ശരിക്കും സുക്കൂൻ. ഓൾറെഡി സുക്കൂൻ ഇയാളാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും ചിലപ്പോൾ. അത് എന്തിനാ കൊടുക്കുന്നത്? അതല്ല സുക്കൂന്. അതല്ല സുക്കൂൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഫതഹ് കെസിർ ലൊമ്മില്ലാത്ത അവസ്ഥ, തുണിയും കുപ്പായം ഇല്ലാത്ത അവസ്ഥ, നഗ്നമായ അവസ്ഥ. മനസ്സിലായില്ലേ? പിന്നെ നമ്മളിവിടെ ചിലപ്പം ഒരു തലകെട്ട് ഇങ്ങനെ കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇയാളങ്ങൾ ഉച്ചരിക്കരുത് കേട്ടോ. ഉദാഹരണം, ആമനു, ആമനു എന്നുള്ളടത്ത് നിങ്ങൾ നോക്കിയേണ്ടി ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുക അല്ലേ? കഫറു അവിടെ അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആമനു എന്ന് ഓതരുത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാവും. ചിലപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും. അതിന് ഇഷ്മാം എന്നാ പറയാം. പിന്നെ ചിലപ്പം യാ ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞേക്ക് അതിൻ്റെ മിഡിലുണ്ടാവും. അപ്പോഴും അത് നഗ്നാണ്, പക്ഷെ അത് ആകാരാണെന്ന് കാണിക്കാനാണ്. അപ്പം ഹറക്കത്തിൽ സുക്കൂനുള്ള അലിഫ് അല്ലെങ്കിൽ ഏത് അക്ഷരാവട്ടെ, ആ സുക്കൂനുള്ളതെന്ന് പറഞ്ഞാൽ ഹറക്കത്തില്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ഹറക്കത്ത് കൊടുക്കണം എന്തിനാണ്? ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്താൽ ആ അക്ഷരം നിങ്ങൾ ഉച്ചരിക്കണം കേട്ടോ എന്ന് കാണിക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നത്, റസൂലായി കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്താലോ അയാൾ ഉച്ചരിക്കാൻ പാടില്ല. അതാണ് വ്യത്യാസം. ഇതൊക്കെ നമ്മളെ പൊന്നാനി ഖുർആൻ അല്ല കേട്ടോ, അതിലൊക്കെ വ്യത്യാസമുണ്ട്. അതേപോലെ നമ്മളെ മലയാള തഫ്സീർ നിങ്ങൾ നോക്കിയിട്ട് വരരുത്, ഒക്കെ വ്യത്യാസമുണ്ട്. അതൊന്നും ശരിയായ തജ്വീദിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഈ റുമൂസുകളുടെ അടിസ്ഥാനത്തിലല്ല അതൊന്നും പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. സൗദി എന്നുള്ള ഖുർആൻ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന ഖുർആനുകളൊക്കെ ഈ രൂപത്തിലാവും, ഈ നിയമങ്ങൾ അനുസരിച്ചാണ്. പിന്നെ വേറെന്തെങ്കിലും ക്ലിയർ ആയപ്പോൾ അത് എന്തായിരുന്നു? അല്ല, പൊന്നാനി ഖുർആൻ മോശമെന്നല്ല, ഒരു കാലത്ത് ഇല്ലാത്തപ്പോൾ നമുക്ക് അതന്നെ വലുത്. ഇപ്പം നല്ല അങ്ങനെയാണല്ലോ, ഇപ്പം നല്ല അടിപൊളി സാൻഡ്വിച്ചും ബർഗറും കിട്ടുമ്പോൾ നമ്മളെ പൂളൊക്കെ വിലല്ല. ഇപ്പോൾ പൂളൊക്കെ വില അല്ലേ? ഓക്കെ, തജ്വീദ് വേറെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞോളി ഉണ്ടോ? ഞാൻ അടുത്ത ക്ലാസ്സിലാക്കാം. വയക്കൂലൂന, അവർ പറയുകയും ചെയ്യുന്നു. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബില്ല, അള്ളാഹുവിൽ, വബിർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിലും തിരുദൂതരിലും അള്ളാഹുവിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. വ അത്തഅന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ പറയുന്നു. സുമ്മ, എന്നിട്ട് പിന്നെ യതവല്ല, പിന്തിരിയുന്നു. ഫരീഖും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ, മിൻ ബഅദി ദാലിക, അതിനുശേഷം, അത് പറഞ്ഞതിന് ശേഷം, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, ആ കൂട്ടർ വിശ്വാസികളെ അല്ല. ആ കൂട്ടർ വിശ്വാസികളെ അല്ല. ഈ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവേണ്ടത്? ആരെ പറ്റിയാ? മുനാഫിക്കുകളെ പറ്റിയാ അല്ലേ? മുനാഫിക്കുകളെ പറ്റിയ, കവടന്മാരെ പറ്റിയാണ് ഇത് പറയുന്നത്.
അപ്പോൾ യക്കൂലൂന അവർ പറയുന്നു എന്നുള്ള അവർ എന്നുള്ള പ്രോണൗൺ ആരിലേക്കാണ് മടങ്ങുന്നത്? കപടവിശ്വാസികളിലേക്ക് അല്ലേ? നാം നേരത്തെ കപടവിശ്വാസിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ആ ലമീർ അവിടേക്ക് മടക്കാൻ? ഇല്ല. പക്ഷേ ആ സെന്റൻസിൽ നിന്ന് അവരുടെ ആ സ്വഭാവം പറയുമ്പോൾ തന്നെ ആ യക്കൂലൂന കപടവിശ്വാസികളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആമന്ന ബില്ലാഹി വബിർ റസൂൽ, ഞങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ തിരുദൂതരിലും വിശ്വസിച്ചിരിക്കുന്നു. വ അത്തൈന, അവരെ രണ്ടാളെയും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈ കൂട്ടർ പറയും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിന്നെ നേരത്തെ കുറേ അവിശ്വാസികളെയും വിശ്വാസികളെയും അവിശ്വാസികളെയും ഒക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല ജനങ്ങളിൽപ്പെട്ട മൂന്നാമതൊരു വിഭാഗത്തെ ഇവിടെ പ്രത്യേകം എടുത്തു പറയാം. ആ വിഭാഗത്തിൻ്റെ ഒരു സ്വഭാവമാണേത്? വിശ്വസിച്ചു എന്ന് പറയും, അനുസരിച്ചു എന്ന് പറയും, എന്നിട്ട് എന്തു ചെയ്യും? അതിനുമല്ലാണ്ട് ഒഴിഞ്ഞു പാറും. നിങ്ങൾ നമ്മളെ നാട്ടിലെ നിഫാക്ക് എന്ന് പറഞ്ഞ പദത്തിൻ്റെ ശരിക്കും അർത്ഥം എന്താ? നിഫാക്കിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ സൗദിയിലൊക്കെ പോകുമ്പോൾ നഫക്ക് എന്ന് കണ്ടില്ലേ? അല്ലേ? കണ്ടില്ല നിങ്ങൾ? ഉണ്ടാവുമല്ലോ. എന്താ നിങ്ങളതിന് പറയാം? നഫക്കിന് എന്താ പറയല്? നമ്മളൊരു മടൻ്റെ ഉള്ളിൽ കൂടെ തുരങ്കെന്നോ എന്താ പറയില്ല നിങ്ങൾ? അതിനെന്താ നിങ്ങൾ പറയും? ടണൽ. അത് കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ പ്രത്യേകത എന്താ? അതൊരു മട പോലെ ആയിരിക്കും. ഇവിടെ ഉണ്ടാവും വാതിൽ, പുറത്തേക്ക് പോകാനും പറ്റും. ശരിക്ക് ആ പദമാണ് നഫഖ് എന്ന് പറയുന്നത്. പിന്നെ നഫക്ക ഉൽ ഇർബൂർ എന്ന് പറയും. നിങ്ങൾ നമ്മളെ നാട്ടിലെ തൊരോൻ പെരിച്ചായിനെ കണ്ടില്ലേ? തൊരോനും പെരിച്ചായി എങ്ങനെ അതിൻ്റെ മാളുണ്ടാക്കുക? ഉള്ളിൽ നല്ല ടണൽ പോലെ ഉണ്ടാവും. അങ്ങോട്ടും ഉണ്ടാവും വഴി, ഇങ്ങോട്ടും ഉണ്ടാവും വഴി, മുന്നോട്ടും ഉണ്ടാവും ബാക്ക്, കുറേ വഴികളുണ്ടാവും. മുകളിൽ നമുക്ക് അറിയില്ല എവിടെയാണ് അതിൻ്റെ ഗേറ്റ്, അറിയില്ല നമുക്ക്. ചവിട്ടിയ പടമെന്ന് പറഞ്ഞ് പൊളിഞ്ഞാടും, അത് വേറെ. പക്ഷേ അതിങ്ങനെ ചെറിയൊരു മണ്ണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. എന്തിനാണ്? ശത്രുക്കൾ ഏത് ഭാഗത്തിലൂടെയാണോ വരുന്നത് നേരെ ഓപ്പോസിറ്റ് കഴിച്ചിലായിട്ടുണ്ടാവും അല്ലേ? ഇതാണ് നഫക്ക ഉൽ ഇർബൂർ എന്ന് പറയുന്നത്. തൊരോൻ്റെ മട അല്ലെങ്കിൽ പെരിച്ചായിൻ്റെ മട. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? ഈ പദത്തിൽ നിന്നാണ് മുനാഫിക്ക് എന്ന പദം ഉണ്ടാവുന്നത്. അപ്പം മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ഈ പെരിച്ചായിനെ പോലെയാണ്. ആ ഇസ്ലാമിൻ്റെ കവാടത്തിലൂടെ ഇങ്ങനെ കടന്നു വരും. എന്നിട്ട് എന്ത് ചെയ്യും? കടന്നു വന്ന വഴിക്കൂടെ അല്ല പിന്നെ തിരിച്ചു പോവുക, വേറെ വഴിക്കൂടെ ചാടിപ്പോവും. ഇസ്ലാമിൽ നിന്ന് നല്ല രഹസ്യമായിട്ട് ആദ്യം ഇസ്ലാം പരസ്യമാക്കിയിട്ട് വരും, പിന്നെ നല്ല രഹസ്യമായിട്ട് ഇസ്ലാം എന്നാണ് പുറത്തു പോകും. ഈ സ്വഭാവമുള്ള ഒരു പദപ്രയോഗമാണ് നിഫാഖ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാണ് എന്ത് പറയുന്നത്? മുനാഫിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതന്നെയാണ് അല്ലാഹു തആല ഇവിടെയും പറയുന്നത്. വയഖൂലൂന, ഈ കപടന്മാരായ ആളുകൾ പറയും, ആമന്നാ ബില്ലാഹി വബിർ റസൂലി വാതഅന, ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ പറയും. സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും, എന്നിട്ട് അവരിൽ നിന്ന് ഉള്ള ഒരു വിഭാഗം പിന്തിരിയും. മിൻ ബഅദി ദാലിക, അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം, ഞങ്ങൾ മുസ്ലിമാണ് വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുമെല്ലാം പിന്നോട്ട് പോകും. വമാ ഉലായിക ബിൽ മുഅ്മിനീൻ, ഇവർ വിശ്വാസികളല്ല എന്നുള്ളതിന് എന്ത് പറഞ്ഞാൽ മതി? വമാ ഉലായിക മുഅ്മിനൂ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അല്ലാഹു തആല പറഞ്ഞതോ വമാ ഉലായിക ബിൽ മുഅ്മിനീൻ, ഓല് വിശ്വാസികളേ അല്ല, ഓല് വിശ്വാസികളേ അല്ല. അത്ര ഉറപ്പിച്ച് പറയാനാണ് ബി എന്ന പ്രിപ്പോസിഷൻ അവിടെ കൊണ്ടുവന്നത് അല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കള്ളനല്ല എന്നെങ്ങനെ പറയാ? അല്ലെങ്കിൽ ഞാനൊരു കവിയല്ല, ഇനി കള്ളം വേണ്ട, ഞാനൊരു കവിയല്ല എന്നെങ്ങനെ പറയാ? ലസ്തു, അല്ലെങ്കിൽ മാ വെച്ച് പറഞ്ഞോളി, മാ അന ഷായിർ, ഞാൻ മാ അന ഷായിർ. മാ അന ബി ഷായിരിൻ എന്ന് പറഞ്ഞാലോ, ആ ഉപ്പൻ എനിക്കറിയില്ല ചങ്ങായി, ഞാനൊരു കവിയേ അല്ല, ഇതുവരെ ഒരു പാട്ടും കവിതയും ഞാൻ ചൊല്ലിയിട്ടില്ല
അല്ലേ? അവിടെയാണ് ആ ബി കൊണ്ടുവരുന്നത്. തെക്കീദിന് വേണ്ടി കൊണ്ടുവരുന്ന ബിയാണ്. അപ്പോൾ അവൾ വിശ്വാസികളെ അല്ല. അപ്പം ഇതിലെ പ്രതിപാദ്യ വിഷയം പിന്നെ കപട വിശ്വാസികളെ പറ്റി മൂന്നാമത്തെ ഒരു വിഭാഗം, അല്ലേ? ആദ്യം അല്ലാഹു തആല വിശ്വാസികൾ, പിന്നെ അവിശ്വാസികൾ, പിന്നെ അക്രമം പ്രവർത്തിക്കുന്ന ആ കപട വിശ്വാസികളെ പറ്റിയാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഈ ആയത്ത് അവതരിപ്പിക്കാനുള്ള, ഇതുമായി ബന്ധപ്പെട്ട 2-3 ആയത്ത് അവതരിപ്പിക്കാനുള്ള ഒരു കാരണമുണ്ട്, അവതരണ ഏതുണ്ട്. മുനാഫിക്കായ ബിശ്ർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളുടെയും ജൂതനായ മറ്റൊരു മനുഷ്യൻ്റെയും ഇടയിൽ തർക്കമുണ്ടായി. എന്താ തർക്കം? ഭൂമി തർക്കമുണ്ടായി. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ ജൂതനായ ആള് പറഞ്ഞു, നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വിധി കേൾക്കാൻ വേണ്ടി അയാൾ വിധി പറയട്ടെ, മുഹമ്മദ് നബി വിധി പറയട്ടെ, നമുക്ക് അവിടെ പോവാം എന്ന് പറഞ്ഞു. മുനാഫിക്ക് പറഞ്ഞു, അല്ല, നമുക്ക് കഅബ് ബിൻ അഷ്റഫിൻ്റെ അടുത്തേക്ക് പോവാം. ആരാണ് കഅബ് ബിൻ അഷ്റഫ്? ജൂത നേതാവാണ് കഅബ് ബിൻ അഷ്റഫ്. നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞു. കാരണം എന്താ? ഫഇന്ന മുഹമ്മദൻ യഹൈഫു അലൈന, പിന്നെ ചിലപ്പോൾ മുഹമ്മദ് ഞങ്ങൾക്കെതിരായി അന്യായമായി വിധി പറയും, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് ആര് പറഞ്ഞു? കപടൻ പറഞ്ഞു, അല്ലേ? കപടൻ അങ്ങനെ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. അപ്പം നോക്കി നിങ്ങൾ, ഇസ്ലാമിൻ്റെ ലേബിളിൽ നിന്നുകൊണ്ട് ആ ഇസ്ലാമിൻ്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹുക്മ് കേൾക്കാനോ ആ വിധി അനുസരിക്കാനോ ഉള്ളിൽ അവർ തയ്യാറല്ല എന്നതാണ് ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇതന്നെയാണ് ആരുടെ? കപട വിശ്വാസികളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ, മഹാനായ ഇബ്നു അബി മുലൈക്ക എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹം ഇബ്നു അബി മുലൈക്ക പറയാണ്, ഞാൻ 30ഓളം സഹാബത്തിനെ കാണുകയുണ്ടായി. 30ഓളം സഹാബത്തിനെ കാണുകയുണ്ടായി. അവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട 30 ആളുകളെ കണ്ടു. അവരൊക്കെ ഈ കപടതയെ, നിഫാക്കിനെ ഭയപ്പെടുന്നവരായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം കാര്യത്തിൽ തന്നെ നിഫാക്കിനെ ഭയപ്പെടുക. അപ്പം അത്രയും അപകടം പിടിച്ച ഒരു കാര്യമാണ് ഏത്? കപടവിശ്വാസം എന്ന് പറയും. എന്നിട്ട് അയാൾ പറയാണ്, മാ മിൻഹും അഹദുൻ യഖൂൽ ഇന്നഹു അലാ ഈമാനി ജിബ്രീല വ മീകാഈല. അവരിൽപ്പെട്ട ഈ 30 സഹാബികളിൽപ്പെട്ട ഒരു സഹാബി പോലും ഞങ്ങൾ ജിബ്രീലിൻ്റെയോ മീകാലിൻ്റെയോ വിശ്വാസമനുസരിച്ചാണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല എന്ന് പറയുണ്ടായിരുന്ന. അപ്പോൾ ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണ കാണാം. പിന്നെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഈ ഖുർആൻ നിറയെ കപടവിശ്വാസികളെ പറ്റി പ്രതിപാദിക്കുന്നത് കാണാം, ഖുർആനിലും സുന്നത്തുമൊക്കെ. എന്തിനാണത്? ധാരാളം സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഈ കപടവിശ്വാസികളുടെ സ്വഭാവങ്ങളെപ്പറ്റി ജാഗ്രത പാലിക്കാനും, അവർക്കുള്ള ആ സ്വഭാവത്തെപ്പറ്റി അതിന് ജാഗ്രത പാലിക്കാനും, അതേപോലെ വിശ്വാസികൾ ജാഗ്രത പാലിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കപടന്മാരെ പറ്റി ഖുർആനിൽ ഇത്രമാത്രം അവരുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ പറയാനുള്ള കാരണം. മഹാനായ അല്ലാമ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നത് കാണാം, ഖദ് നഹകത്ത് അംറാദു ശുബ്ഹാത്തി വശഹവാത്തി കുലൂബഹും ഫഅഹ്ലക്തുഹാന. ഈ കപടവിശ്വാസികളുടെ സ്വഭാവമായ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ആ രോഗവും, അതേപോലെ ദേഹേച്ഛയുടെ പിന്നാലെ പോവുക എന്നുള്ള രോഗവും, ആ രോഗവും അവരുടെ ഹൃദയങ്ങളെ ആകെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാമ ഇബ്നു ഖയ്യിം പറയുന്നത് കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ഇനി നോക്കി നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ അവിശ്വാസികളെപ്പറ്റി പറയുന്നിടത്തും വിശ്വാസികളെപ്പറ്റി പറയുന്നിടത്തും അതിനേക്കാൾ കർശനമായ രൂപത്തിലാണ് ആരെപ്പറ്റി പറയുന്നത്? കപടന്മാരെ പറ്റി വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കാപ്പട്യം എന്ന് പറയുന്നത് 2 ഐറ്റാണ്, പ്രധാനമായിട്ട് 2 ഐറ്റാണ്. ഒന്ന് വിശ്വാസപരമായ കാപ്പട്യമുണ്ട്, 2 പ്രായോഗികമായ അമലിയായ നിഫാഖുൻ അമലി എന്ന് പറയും, പ്രായോഗികമായ കാപ്പട്യമുണ്ട്. വിശ്വാസപരമായ കാപ്പട്യമാണ് ഏറ്റവും ഗുരുതരമായത്. കാരണം എന്താ? അത് ഇസ്ലാം ദീൻ തന്നെയാണ് പുറത്താക്കും, അല്ലേ? വിശ്വാസപരമായ കാപ്പട്യം എന്ന് പറയുന്നത് ഇസ്ലാം പുറത്ത് പ്രകടമാക്കുക, കുഫറും ഷിർക്കും
ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുക. അതാണ് നിഫാക്ക് എന്ന് പറയുന്നത്. ആ നിഫാക്ക് എത്തിക്കാദിയായിട്ടുണ്ട്, അമലി ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം അമലി എത്തിക്കാദിയായ കാപ്പട്യമാണ് ഏറ്റവും ഗുരുതരമായത്, അപകടം പിടിച്ചത് എന്നുള്ളതാണ്. എത്തിക്കാദിയായ കാപ്പട്യാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ നരകശിക്ഷയ്ക്ക് പാത്രീഭൂതനാവും ഉറപ്പായിട്ടും. മാത്രമല്ല അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുമാണ് എന്നുള്ളതാണ്. എന്നാൽ അമലിയായ ആ രൂപത്തിലുള്ള കാപ്പട്യം ചിലപ്പോൾ ഉണ്ടാവും. അത് ചിലപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്തുമില്ല, പക്ഷേ ആ കാപ്പട്യം അയാൾ ചെയ്തു എന്നത് കാരണമായിട്ട് എന്ത് കിട്ടും, അയാൾ ശിക്ഷക്ക് അർഹനാവും. കാപ്പട്യം ചെയ്തു എന്നുള്ള നിലക്ക് അയാൾ പിന്നെ ശിക്ഷക്ക് അർഹനാണ് എന്നാ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്നത് കാണാം, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിക്കൻ ഖാലിസൻ. 4 കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടായാൽ അയാൾ വ്യക്തമായ കപടവിശ്വാസിയായി മാറി എന്നുള്ളത്. അതിൽ ഒന്ന് എന്നത് വമൻ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിൻ കുന്ന കാനത്ത് ഫീ ഖസ്ലത്തുൻ മിനൻ നിഫാഖ്. ആ 4 കാര്യങ്ങളിൽ ഒന്നൊരാളിലുണ്ടായാൽ ആ ഒരു കാര്യം പിന്നെ കപടവിശ്വാസിയിൽ ഉണ്ടാവും. അയാളത് ഒഴിവാക്കണവരെ ഹത്തായത ആണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 കാര്യം പറയാണ്. ഇത് തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ എന്ത് ചെയ്യും, വഞ്ചന കാണിക്കും. വ ഇദ ഹദ്ദസ കദിബ, സംസാരിച്ചാൽ കള പറയും. വ ഇദ അഹദ വദറ, കരാർ ചെയ്താൽ ലംഘിക്കും. വ ഇദ ഖാസമ ഫജറ, പിന്നെ തർക്കിച്ചാൽ അല്ലെങ്കിൽ എതിരാളിയായാൽ എന്ത് ചെയ്യും, എന്തായാലും പറയൽ ഫജറാണ്, തമാടിത്തം പറയും ഇല്ലേ. അപ്പൊ ഈ 4 സ്വഭാവത്തിൽ ഉള്ള ഏതെങ്കിലും ഒന്നൊക്കെ നമ്മളിലൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഒന്നൊക്കെ നമ്മളിൽ ചിലപ്പോൾ ഉണ്ടാവും. ആ ഒന്നൊരാളിൽ ഉണ്ടായി എന്ന് വിചാരിച്ച് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണില്ല, പക്ഷേ എന്തുണ്ട്, അതിന് കുറ്റം കിട്ടും. അയാൾ സാധാരണ ഒരു മാസിയത്ത് ചെയ്താൽ എന്താണോ കുറ്റം, ആ കുറ്റം അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും, പിന്നെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ. എന്നാൽ ഇത്തിഖാദിയായ കാര്യത്തിലാണ് ഈ നിഫാക്ക് വന്നെങ്കിലോ അത് മഹാ അപകടമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം മുനാഫിക്കുകളുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണുന്നത് വിശുദ്ധ ഖുർആൻ അവർ വഞ്ചന കാണിക്കും എന്നുള്ളതാണ്. വഞ്ചന, ഇന്നൽ മുനാഫിക്കീന യുഖാദിഊന അല്ലാഹ്, അങ്ങനെ തന്നെയല്ലേ, യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. മുനാഫിക്കുകളായ ആളുകൾ അള്ളാഹുവിനോട് വഞ്ചന കാണിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹ് അവരെ വഞ്ചിക്കുന്നുണ്ടോ? എന്താ പിന്നെ അങ്ങനെ പറയുന്നത്, അള്ളാഹ് വഞ്ചിക്കുന്നുണ്ടോ അല്ലേ? ഇല്ല, അള്ളാഹ് അവരെ വഞ്ചിക്കല്ല. പിന്നെന്തിനാ വഹുവ ഖാദിഉ എന്ന് പറയുന്നത്? ഞാനിപ്പോൾ ഒരു വഞ്ചന കാണിക്കുമ്പോൾ അതിൻ്റെ തിക്തഫലം, ഞാൻ ഇപ്പം അള്ളാഹിനോടൊരു വഞ്ചന കാണിച്ച് അല്ലെങ്കിൽ നിങ്ങളോടൊരു വഞ്ചന കാണിച്ച്, അതിൻ്റെ അനന്തരഫലം ആർക്കാ വരിക? എനിക്കെന്നെ വരിക. അപ്പം ഞാൻ പിന്നെ എൻ്റെ ആത്മാവിനെ തന്നെയാണ് എന്ത് ചെയ്യണത്, ഞാൻ വഞ്ചിക്കണത്. അതുകൊണ്ടാണ് വഹുവ ഖാദിഉ എന്ന് പറയുന്നത്. ഞാൻ ഒരാളോട് വഞ്ചന കാണിക്കുമ്പോൾ, അള്ളാഹുവിനോട് ഒരാൾ വഞ്ചന കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിയോട് ഒരാൾ വഞ്ചന കാണിക്കുമ്പോൾ അയാളെ തന്നെയാണ് ആപത്തിൽ കൊണ്ടുപോയിടുന്നത്. അതുകൊണ്ടാണ് വഹുവ ഖാദിഉ എന്ന് പറയാൻ, അല്ലാതെ അള്ളാഹ് അയാളെ വഞ്ചിക്കും എന്നുള്ള ആ അർത്ഥത്തിനല്ലത്. മനസ്സിലായില്ലേ? പിന്നെ നോക്കി നിങ്ങൾ, പിന്നെ കപടന്മാരുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവം നല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ പരസ്യമായ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ, മഹാഫിൽ എന്നറിയാം അറബിയിൽ, പരസ്യമായ പാർട്ടി. ഇപ്പം നമ്മളൊരു പൊതുപരിപാടി ഉണ്ടെന്ന് കൂട്ടാം, സപ്പോസ് പൊതുപരിപാടി ഉണ്ട്, അവിടെ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കൂടും. ഞാൻ ഇന്ന പോലത്തോലൊക്കെ ആടുകൂടും കെട്ടുകൂടും, അടുക്കലും ഇതെടുക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷേ രഹസ്യ ജീവിതത്തിൽ എന്തുണ്ടാവില്ല, താജ്ജുദിനെണീക്കൂല, സുബഹിക്കെണീക്കൂല, അടിക്കണം, കഴിഞ്ഞു കഥ. ഇതെന്തിൻ്റെ സ്വഭാവമാണ്? കാപ്പട്യത്തിൻ്റെ സ്വഭാവമാണ്. വഇദാ ഖാമു ഇലസ്സലാ ഖാമു കുസാല. അല്ലാഹ് ഇത് പറഞ്ഞിട്ട് പറയാ, അവർ നമസ്കാരത്തിനൊരുങ്ങിയാൽ കുസാല. എന്താ കുസാല? കസേര അല്ല, മടിയന്മാർ, അലസന്മാരായിരിക്കുന്ന.
അല്ലേ? അലസന്മാരായിട്ടായിരിക്കും അവർ നിസ്കാരത്തിന് നിൽക്കുക. നിസ്കാരത്തിനാട് നിന്നാ കൊട്ടാവിയോട് കൊട്ടാവി, ഒരു ഫാത്തിഹ ഓതാൻ പോലും സമയം കിട്ടൂല. അങ്ങനെ കണ്ടില്ല നിങ്ങൾ? അല്ലേ? ആ രൂപത്തിൽ മടിയും അവിടെ ചൊറയും ബടമാന്തിയും ഈ രൂപത്തിൽ നിസ്കരിക്കണ മടിയുടെ സ്വഭാവമുള്ള, പിന്നെ മടി എന്ന് പറയുന്നതോ ജമാഅത്തിന് വരൂല. ജമാഅത്തിന് നിസ്കരിച്ചൊക്കെ എന്ന് തരും, പക്ഷേ ജമാഅത്തിന് പങ്കെടുക്കൂല. അതാണ് ഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. എന്തിനാ ഇപ്പൊ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയത്? അള്ളാഹ്ക്കറിയാം ഇങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടാവും, ഇങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടാവും. കാപ്പട്യ സ്വഭാവമുള്ള ആ കാപ്പട്യത്തിന്റെ ഏതെങ്കിലും ഒരു വശം നമ്മളിലൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്വഭാവത്തെ പറ്റി നമ്മളെങ്ങനെ ഉണർത്തുന്നത്. കണ്ടോ? പിന്നെ യുറാഊന നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അവർ നിസ്കരിക്കണം, അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്യണതും, പക്ഷേ അള്ളാഹിനെ ഓർക്കണതോ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ശരിക്ക് ഒരു ശരിയായ വിശ്വാസിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പണ്ഡിതൻ പറയേണ്ടത്, ഒരു ശരിയായ വിശ്വാസിയാണ്, മുഅ്മിനാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ പ്രത്യേകത അയാൾ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ ജമാഅത്തായിട്ട് നോക്കിയാൽ മതി. അയാൾ വിശ്വാസിയാവും. അല്ലാതെ കഴിയൂല, അല്ലാതെ കഴിയൂല. ആലോചിച്ച് നോക്കും, ഇങ്ങോട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ നോക്കിയാൽ മതി, അല്ലേ? ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പം അതാണ് ഏറ്റവും വലിയ അടയാളം. എന്നാൽ എല്ലാവരും പങ്കെടുക്കണ അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് എന്തുണ്ടാവും? മുന്നിലുണ്ടാവും. അതല്ല, പിന്നെ മറ്റൊരു സ്വഭാവം മുസബ്സബീന ബൈന ദാലിക് ലാ ഇലാഹ ഹുല വലാ ഇലാഹ ഹുല. അല്ലേ? ഈ കക്ഷിയിലും ഉണ്ടാവൂല, ആ കക്ഷിയിലും ഉണ്ടാവൂല, അല്ലേ? ആലോചിച്ച് നോക്കും നിങ്ങൾ. വെസ്റ്റാണോ ചോദിച്ചാൽ ഔവല്ല, കേനമാണോ ഔവല്ല, അല്ലേ? പിന്നെന്താ? ഔവല്ല, ഇതുമല്ല, അതുമല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടി കളിക്കണ ആളുകൾ. ഇതാ ഈ ഒരു മനസ്സ്, ഇത്തരം ചില മനസ്ഥിതിയുള്ള ആളുകൾ ഉണ്ടാവും. അതാണ് എന്ത്? കാപ്പട്യത്തിന്റെ സ്വഭാവമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വമൻ യുദ്ലില്ലാഹ് ഫലൻ തജിദ ലഹു സബീല. അള്ളാഹു ആരെ വലാലത്തിലാക്കിയോ അവന് നേർമാർഗം കണ്ടെത്താൻ എനിക്ക് സാധ്യമല്ല എന്നുള്ളത്. അപ്പം ഇവിടെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം, ഈ വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള കപടവിശ്വാസികളുടെ സിഫാത്തുകൾ, സ്വഭാവങ്ങൾ, അവരുടെ പിന്നെ പെരുമാറ്റങ്ങൾ, അതൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ആ ഒരു സ്വഭാവം എന്നിലുണ്ടോ എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഞാൻ മറ്റോനല്ല ചിന്തിക്കണ്ടേ. ഇത് കേൾക്കുമ്പോൾ ഇന്നിലിപ്പോൾ ആ സ്വഭാവം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റണം, ഉണ്ടെങ്കിൽ മാറ്റണം. മാറ്റി അള്ളാഹു പുറത്തു വരും, അല്ലേ? മാറ്റാൻ കഴിയാത്തൊരു സംഗതിയും ലോകത്തില്ല. അപ്പം മാറ്റാൻ കഴിയും. ഇങ്ങനെ ഒരു സ്വഭാവം എന്നിലുണ്ടോ? സുബഹി നമസ്കരിക്കാത്തൊരവസ്ഥ എനിക്ക് ഇങ്ങനെ മടി വരുന്നുണ്ടോ? കെസിലാനാവുണ്ടോ ഞാൻ? അല്ലേ? ആളുകളൊക്കെ ഇല്ലേന് ഞാൻ മുന്നിൽ പോയി ഇരിക്കുന്നുണ്ടോ? ഇല്ലേ? അവിടെയാണ് എൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അത് കപടവിശ്വാസിയുടെ സ്വഭാവമായിട്ടാണ് എന്ത് ചെയ്യണത്? വിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നത്. പിന്നെ ചില ആളുകൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഭൗതികമായ നിയമങ്ങൾ, മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാണ് അവർ മുൻഗണന നൽകുക. വിശുദ്ധ ഖുർആൻ അതിനിങ്ങനെ പറയുന്നു, പ്രവാചകന്റെ ഹദീസ് ഇങ്ങനെ പറയുന്നു, ഇസ്ലാമിക ശരീഅത്ത് ഇങ്ങനെ പറഞ്ഞു. അതൊന്നും വിലക്കെടുക്കൂല. അതിങ്ങോട്ട് സൈഡാക്കിയിട്ട് എന്താ അപ്പം പിന്നെ അമേരിക്കയിൽ അയാൾ പറഞ്ഞെന്താ എന്ന് ചിന്തിക്കും, അല്ലേ? അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിന് മുൻഗണന നൽകും. അതാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ കാര്യത്തിന് മുൻഗണന നൽകാതെ, ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന കാര്യത്തിന് മുൻഗണന നൽകാതെ മറ്റുള്ള ഭൗതികമായ നിയമങ്ങൾക്ക് മുൻഗണന നൽകുക എന്നുള്ളതും എന്താണ്? കാപ്പട്യ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നത്? യുരീദൂന അൻ യതഹക്കമു ഇല ത്വാഗൂത്ത്. ദുർമൂർത്തികളുടെ അടുത്തേക്ക് വിധി പിന്നെ പറയാൻ വേണ്ടി, വിധി കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ ഉദ്ദേശിച്ചു പോവും, വിധി തേടാൻ വേണ്ടിയിട്ട് അവർ പോവും. വഖദ് ഉമിറു അൻ യക്ഫുറു ബി. യഥാർത്ഥത്തിൽ ആ താഗൂത്തിൽ അവിശ്വസിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പം
ഭൗതികമായ ഇത്തരം നിയമങ്ങളുടെ പിന്നാലെ നെട്ടോട്ടോടുന്ന ആളുകൾ, അതൊക്കെ എന്താണ്? കാപട്യ സ്വഭാവമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഒരു ഉപമ രൂപത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തരാൻ. മസലുൽ മുനാഫിഖ്, കപടവിശ്വാസിയുടെ ഉപമ എന്ന് പറയുന്നത് മസലി ഷാത്തിൽ ആയിറത്തി. ആയിറത്തി പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുന്ന ഒരാട്. ബൈനൽ ഗനമൈൻ, രണ്ട് ആട്ടിൻ പറ്റങ്ങൾക്കിടയിൽ ഒരു ആട്ടിൻകൂട്ടം വടിയുണ്ട്, ഒരാട്ടിൻ്റെ പറ്റം വടിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അന്താളിച്ചിങ്ങനെ അലിഞ്ഞു തിരിക്കണ ആട്. ആ ആട് അതിൻ്റെ കൂടെ പോകണോ അതല്ല ഇതിൻ്റെ കൂടെ പോകണോ എന്നിങ്ങനെ അന്താളിച്ച് നടക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കപടവിശ്വാസിയുടെ ഉപമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കണത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി കാണാം, ഇൻ ഹാക്കംതഹും ഇലാ സ്വരീഹിൽ വഹി, ശരിയായ വഹിന്റെ അടിസ്ഥാനത്തിൽ നീ അവരോട് വിധി പറഞ്ഞാൽ വജത്തഹും അൻഹു നാഫിരീൻ, അതിൽ നിന്ന് പിന്നെ വിരണ്ടോടുന്നത് കാണാം. അല്ലേ? ഇതാണ് നിയമം എന്ന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഇസ്ലാമിക ശരീഅത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞാൽ അതിന് പോലെ പിന്തിരിഞ്ഞു പോകും. വഇൻ ദഅവ്തഹും ഇലാ ഹുക്ം കിതാബില്ലാ വസുന്നത്തി റസൂൽ റഅയ്തഹും മുഅ്രിദിൻ, അള്ളാഹുവിൻ്റെ കിതാബ് വേദഗ്രന്ഥം പറയുന്നത് ഇതാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇതാണ് എന്ന് പറഞ്ഞാൽ അതിനെ അവഗണിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവും. ഇതാണ് കപടവിശ്വാസികളുടെ മറ്റൊരു സ്വഭാവം. മറ്റൊന്ന്, കപടവിശ്വാസികൾ എപ്പോഴും സമൂഹത്തിൽ അഴിമതിയും കച്ചറി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കാണൂല. ഇതിന് തിരികൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കപടവിശ്വാസമുള്ള. ഇന്നത്തെ നമ്മളെ രാഷ്ട്രീയ രംഗമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കി നിങ്ങൾ. ശരിക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ള കപടന്മാർ തിരികൊടുക്കണത് ഇവിടെ പറയാൻ പറ്റൂല. ഖുർആൻ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ അല്ലേ? ആ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അകത്തുനിന്ന് തന്നെ തീപ്പെട്ടിക്കൊള്ളി വരുക, അതിങ്ങനെ കത്തി 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 വരിക അല്ലേ? അത് ചൂഷണം ചെയ്യണ മറ്റു ചില ആളുകളും ലോകത്ത് മുഴുവൻ എത്തിക്കണം മറ്റു ചില ആളുകളും. ഹലിച്ചുക്കിങ്ങൾ. അപ്പം ഈ ഇങ്ങനെയുള്ള അഴിമതിക്ക് പിന്നെ തിരികൊളുത്തുക, ഫസാദിന് തിരികൊളുത്തുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? കപടന്മാരുടെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ തെളിവ്? അൽ മുനാഫിക്കൂന വൽ മുനാഫിക്കാത്തു, ആണും പെണ്ണും പറഞ്ഞത്. അൽ മുനാഫിക്കൂന വൽ മുനാഫിക്കാത്തു ബഅ്ളുഹും മിൻ ബഅദ്, അവര് പരസ്പരം ഒന്നാണ് അല്ലേ? യഅ്മുറൂന ബിൽ മുൻകർ, അവര് നേരെ എതിരാ കൽപ്പിക്കുന്നത്, തിന്മ ദുരാചാരം കൽപ്പിക്കും ചെയ്യും. വയൻഹൗന അനിൽ മഅറൂഫ്, സൽക്കർമ്മം അഥവാ സദാചാരത്തെ അവരെന്ത് ചെയ്യും? വിരോധിക്കുകയും ചെയ്യും. ഇതാണ് ഈ കൂട്ടരുടെ സ്വഭാവം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ അവരുടെ മറ്റു സ്വഭാവം, അവരെപ്പോഴും ഇപ്പം ഞാനൊരു കപടവിശ്വാസിയാണ്, എൻ്റെ കീശയ്ക്ക് മാത്രം ഇങ്ങനെ ഒതുക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പിശുക്ക് അല്ലേ? എനിക്ക് മാത്രം, നിങ്ങൾക്കൊന്നുമില്ല. എവിടൊക്കെ കിട്ടണതോ ഒക്കെ എൻ്റെ പോക്കറ്റിലാക്കാം അല്ലേ? എന്നിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഒതുക്കണ ഒരു സ്വഭാവം ഉണ്ടെന്ന്. എന്താ തെളിവ്? വയക്ബിലൂന ഐദിയഹും, അവരുടെ കൈ അവരിങ്ങനെ പിന്നോട്ട് വലിക്കും. യഥാർത്ഥത്തിൽ കൊടുക്കണ കൈ എന്ത് ചെയ്യും? ഇങ്ങനെ മുന്നോട്ട് പോലെ അത് കൊടുക്കാതെ ഇങ്ങനെ പിന്നോട്ട് വരുന്ന, അത് പിശുക്കിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ അവർക്കുള്ള ഒരു അടയാളം ഫനസുല്ലാഹ, അള്ളാഹിനെ പറ്റിയൊക്കെ അവർ മറന്നു. അപ്പോൾ ഫനുസീഹും, അള്ളാഹു താല അവരെയും മറക്കും. അത് കാരണമായിട്ട് ഇന്നൽ മുനാഫിക്കൂന ഹുമുൽ ഫാസിക്കൂൻ, യഥാർത്ഥത്തിൽ ഈ കപടന്മാരാണ് അധർമ്മകാരികൾ, പിന്നെ ധിക്കാരികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. മറ്റുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പിന്നെ അവർ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിന് ആളുകളിൽ നിന്ന് പ്രശംസ എപ്പോഴും ആവശ്യപ്പെടുന്നവരാണ് അവർ. എന്താ തെളിവ്? ഇപ്പം ഞാനൊരു സംഗതി ചെയ്തിട്ടില്ല, പക്ഷേ പിന്നെ ചെയ്യാത്തൊരു കാര്യത്തിൽ നിങ്ങൾ ഇന്നിങ്ങനെ പ്രശംസിക്കണം, അതിലിങ്ങനെ ഊറ്റം കൊള്ളുന്നവനാണ് ആര്? ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? കപടവിശ്വാസിയാണ് എന്നുള്ളത്. തെളിവെന്താ? അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റിജാലൻ മിനൽ മുനാഫിഖീന ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള കപടന്മാരായ കുറച്ച് ആളുകൾ
കാനു ഇദാ ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഗദ് തഖല്ലഫു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവർ മെല്ലെ പിന്തിരിഞ്ഞ് പിന്നോട്ടടിച്ച് അവിടെ ഇരിക്കും. വഫരിഉ ബിമഖഅദിഹിം, അവരുടെ സീറ്റിൽ തന്നെ ആ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കാൻ അതിലാണ് അവർ ആശ്വാസം കൊള്ളുക, സന്തോഷിക്കുക. ഖിലാഫല്ലദീന യഫ്റഹൂന ബിമാതൗ, പിന്നെ അവർ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിന് പ്രശംസ ആഗ്രഹിക്കുന്നവരാണ് അവർ എന്നുള്ളതാണ്. ആലോചിച്ചു, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ പറ്റി പ്രതിപാദിക്കുമ്പോഴാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ജനത്തെ പറയുമ്പോഴാണ് എന്ത് പറയേണ്ടത്? സൂറത്തു ആലിമ്രാനിലെ 158 വചനമായി ഈ ആയത്തിറങ്ങുന്നത്. എന്താണ്? ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ, ഇവർ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിൽ അവർക്ക് പ്രശംസ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. പിന്നെ വയുഹിബ്ബൂന യുഹ്മദു ബിമാ ലം യഫലു, ചെയ്തിട്ടില്ലാത്ത കാര്യത്തിന് പ്രശംസ കിട്ടണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, പിന്നെ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫലാ തഹ്സബന്നഹും ബിമഫാദത്തിൻ മിനല്ലാദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ആ ശിക്ഷയിൽ നിന്ന് അവർ മുക്തമാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം കപടന്മാർക്ക് എന്തുണ്ടാവും? പിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും എന്നതാണ് ആ ആയത്ത് നമ്മെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഇപ്പോൾ ചൂടാണ്, ഇപ്പോൾ പോയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് പോവാതെ എന്നാൽ തിരിച്ചു വരുമ്പോഴോ ഓല അവിടെ മുന്നിലുണ്ടാവും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഓഹരി വെക്കുമ്പോൾ അതിനൊക്കെ ഓല അവിടെ ഉണ്ടാവും, ഞങ്ങളാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ അവിടെ ഉണ്ടാകും എന്നുള്ളത്. അപ്പം ഇതൊക്കെ ആരുടെ സ്വഭാവമാണ്? കപടന്മാരുടെ സ്വഭാവമാണ്. മറ്റൊന്ന്, എപ്പോഴും ഈ കൂട്ടർക്ക് കൂറ് ആരോടായിരിക്കും? അവിശ്വാസികളോടായിരിക്കും കൂറുണ്ടാവുക. നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. കൂറ് ആരോടായിരിക്കും? അവിശ്വാസികളോടായിരിക്കും. എന്താ തെളിവ്? ബശിരിൽ മുനാഫിക്കീന ബി അന്നലഹും അദാബൻ അലീമ, കപടന്മാരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ? അവർക്ക് നോവേറിയ ശിക്ഷയുണ്ട്. എന്നിട്ട് പറയാ അല്ലദീന യത്തഹിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ വിട്ടേച്ചിട്ട് അവിശ്വാസികളോട് കൂറ് കാണിക്കുന്നവരാണ്, അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്നവരാണ് ഈ കൂട്ടർ. അപ്പം അവിശ്വാസികളെ മിത്രമായി സ്വീകരിക്കുക എന്നുള്ളത് കാപ്പട്യത്തിന്റെ സ്വഭാവം. നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണെന്ന് പറയുന്നത്. നമ്മളെ പല ആളുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? മുസ്ലിം പിന്നെ ഇതിലുണ്ടാവും, ആ സർക്കിളിലുണ്ടാവും. പക്ഷേ എല്ലാ ബന്ധു ആരോടായിരിക്കും? ഈ പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പിന്നെ ഇസ്ലാമിൻ്റെ എതിരാളികളോടായിരിക്കും ഒരു വിഭാഗം ആളുകൾക്ക് എപ്പോഴും ബന്ധം. എന്തിൻ്റെ സ്വഭാവമാണ്? ആളുകളൊന്നും ഇപ്പം ഇതിൽ പറയാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലേ? മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് പാർട്ടി ഉണ്ടെന്ന്. പല പാർട്ടികളും ആരുമായിട്ടാ ബന്ധം? ആലോചിച്ച് നോക്കുന്നുണ്ട്. യഥാർത്ഥ മുവഹിദായ ഒരു പണ്ഡിതനോടല്ല അവരുടെ ബന്ധം. പലപ്പോഴും അവർ ബന്ധം പുലർത്തുന്നതാരാ? ഇസ്ലാമിൻ്റെ കഠോരമായ ശത്രുക്കളോടാ. ഇസ്ലാം ദീനെ പൊളിക്കാൻ വേണ്ടി പിന്നെ എപ്പോഴും ശ്രമിച്ചു നടക്കണ ആ രൂപത്തിലുള്ള ആളുകളായിരിക്കും അവരുടെ ബന്ധം. അതും ഇവരുടെ ഒരു സ്വഭാവമാണ്. പിന്നെ ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കുമ്പോൾ അത് ചെലവഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടുത്തു നിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം, സമ്പത്ത്. ഇപ്പോൾ ഒരു നല്ല മുതലാളിയുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അയാൾ ചിലപ്പം നല്ല സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അന്നന്ന് ജീവിക്കണ പിന്നെ കൂലിപ്പണിക്ക് പോണ ചില ആളുകളുണ്ട്. അയാൾക്ക് പിന്നെ മിച്ചമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന് ഇത്തിരി അയാളും കൊടുക്കുന്നുണ്ടാവും. കപടനാണോ എന്ന് വേർതിരിച്ചറിയാൻ എന്താ മനസ്സിലാകുക? ഈ മുതലാളി കൊടുക്കുമ്പോൾ ഓൻ പേര് വെക്കാൻ വേണ്ടി ലോകമാന്യത്തിന് വേണ്ടി കൊടുക്കുകയാണോ എന്ന് അറിയും. ഈ പാവം കൊടുക്കുമ്പോഴോ എൻ്റെ ഒന്നും സദക്ക പടച്ചോൻ ആവശ്യമില്ലെങ്ങായി എൻ്റെ ഈ നക്കാപ്പിച്ചു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കാപ്പട്യത്തിൻ്റെ സ്വഭാവമാണ്. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്ത്? അല്ലദീന യൽമിസൂനൽ മുതവ്വിഈന മിനൽ മുഅ്മിനീന ഫി സദഖാത്ത്, ദാനധർമ്മങ്ങൾ കൊടുക്കണ സ്വമേധയാ മനസ്സറിഞ്ഞുകൊണ്ട് ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന വിശ്വാസികളെ കുത്തിപ്പറയുന്നവരാണ്, അധിക്ഷേപിക്കുന്നവരാണ് ഈ കൂട്ടർ.
വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, കഠിന പ്രയത്നം ചെയ്തിട്ടാണ് അവരെന്തെങ്കിലുമൊക്കെ ചില ആളുകൾ കൊടുക്കാൻ വേണ്ടി കയ്യ, അത്തരം ആളുകളെയും ഫയസ്ഖറൂന മിൻകും, അവരെ പരിഹസിക്കും ഈ മുനാഫിക്കുകളായ ആളുകൾ. സഖർ അള്ളാഹു മിൻകും വലക്കും അദാബുൻ അലീം, അള്ളാഹു അവരെയും പരിഹസിക്കും, അവർക്ക് നോവേറിയ ശിക്ഷയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്വഭാവം സമൂഹത്തിൽ കാണുന്നുണ്ടെങ്കിൽ അല്ലേ, ചിലപ്പോൾ നല്ല ദാനധർമ്മം ചെയ്ത ഒരാള് നമ്മളെന്ത് ചെയ്യും, ഓൻ ലോകമാന്യത്തിന് കൊടുക്കുക, ഓൻ്റെ ഒന്നും നോക്കണ്ട എന്ന് പറയാം. എന്തെങ്കിലും 2 റുപ്യക്കാരൻ കൊടുത്ത് ഒരു ഈനാറയ്ക്കാൻ കൊടുത്ത് ഓനതേ കയ്യുള്ളൂ, അപ്പം എൻ്റെ നക്കാവിച്ചൊന്നും ഞങ്ങൾക്ക് വേണ്ടങ്ങായി എന്ന് പറയാം. രണ്ടും അപകടമാണ്, കാപ്പട്യത്തിൻ്റെ സ്വഭാവമാണ് എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, നന്മ ചെയ്യുന്ന ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്ന, ദീനി പ്രബോധനം നടത്തുന്ന ആളുകളോട് എപ്പോഴും ശക്തമായ വെറുപ്പ് അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളത്. ആ പ്രവർത്തനത്തിൽ നിന്ന് ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പിന്നെ കത്തിയും കൈക്കോട്ടും ചാക്കും കൊണ്ടുവന്ന് ഇത് കെട്ടല്ല ചെയ്യണത്, മറിച്ചെന്ത് ചെയ്യും, ഏതെങ്കിലും രൂപേണ എന്ത് ചെയ്യും, എന്തെങ്കിലും പിന്നെ ആശയക്കുഴപ്പമുണ്ടാവണ ഏതെങ്കിലും ഒരു വാർത്ത പടച്ചുവിടും. എന്നിട്ട് എന്ത് ചെയ്യും, ആളുകളെ ഭയപ്പെടുത്തിയിട്ടോ ആ രൂപത്തിലൊക്കെ അത്തരം ദഅ്വാ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നെ ആളുകളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതും ഇവരുടെ സ്വഭാവമാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സ്വഭാവം, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ സുബിയാണ് അല്ലേ. ഇനി അതിനേക്കാൾ അപ്പുറം നമസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കണുണ്ടെങ്കിൽ, അത് അതിൻ്റെ നിബന്ധനക്കനുസരിച്ച് നമസ്കരിക്കണുണ്ടെങ്കിൽ അയാൾ വിശ്വാസിയാണ്. ഇല്ലെങ്കിലോ അയാൾ കപട വിശ്വാസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുണ്ടായി, തിൽക സലാത്തുൽ മുനാഫിഖ്, തിൽക സലാത്തുൽ മുനാഫിഖ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്, യജ്ലിസു വയർകുബു ശംസ്, അയാൾ ഇങ്ങനെ കാത്തിരിക്കും, എന്നിട്ട് സമയം കയ്യാറാകുമ്പോൾ പോയിട്ട് എന്ത് ചെയ്യും, ഒറ്റ കുത്തി മറിയലാണ്. ആ രൂപത്തിലുള്ള നമസ്കാരം നമ്മളിലുണ്ടോ? അതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കണത്. എന്നിൽ അത്തരം ഒരു സ്വഭാവം ഉണ്ടോ? ഇനിയും സമയമുണ്ടല്ലോ, അസറാവാൻ 4 മണിക്കല്ലേ അല്ലെങ്കിൽ 3:30-ക്കല്ലേ, അപ്പോൾ നിസ്കരിക്കാം, 1/4 മണിക്കൂറുണ്ടാകുമ്പോൾ ഒരു നിസ്കരിക്കാം അല്ലേ, 2-3 ഒന്നാൾ പോയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ എന്നുള്ളത് കപടവിശ്വാസിയുടെ സ്വഭാവമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുക എന്നുള്ളതും കപടവിശ്വാസിയുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ സറഹു അൻ യൽഖല്ലാഹു ഗദൻ മുസ്ലിമൻ, ഒരു ശരിയായ മുസ്ലിമായിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നൊരാൾ സന്തോഷിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽ യുഹാഫിദ് അല ആഹുലാഇ സ്വലവാത്തി ഹൈസു യുനാദി ബിഹിന്ന, ആ നമസ്കാരത്തിന് ഇഖാമത്ത് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയും അത് കാത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുള്ളൂ. എന്നിട്ട് സഹാബി പറയാൻ, വലക്കത് റഅയ്തുന, ഞങ്ങളെ തന്നെ കണ്ടത്, വമാ യതഖല്ലഫു അൻഹ, ഞങ്ങളിൽ നിന്ന് ഒരാളും ആ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിയാറില്ല, ഇല്ലാ മുനാഫിക്കും മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട നിഫാഖുള്ള കപടനല്ലാതെ ഈ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് ഞങ്ങൾ ആരും പിന്തി നിൽക്കാറില്ല എന്നതും പിന്നെ അതിൻ്റെ സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിവന്. മറ്റൊന്ന് കാണാം, പിന്നെ കൂടുതൽ അശ്ലീലമായ സംസാരം, നമ്മളെ രാഷ്ട്രീയ രംഗം ഇങ്ങനെ ആലോചിക്കുക നടക്കണല്ലേ, അതും ആണും പെണ്ണും കൂടിയിട്ടുള്ള അശ്ലീല സംസാരങ്ങൾ, അത്തരം അതിങ്ങനെ നീട്ടിപ്പരത്തി വാചാലമായി ചെറിയൊരു കാര്യം ഉണ്ടാവും, അതിന് അറബി പറയാ ബദാഅത്ത് എന്നാ. ചെറിയൊരു കാര്യം ഉണ്ടാവും, അതിന് ഇങ്ങനെ പിന്നെ ഊതിപ്പൊന്തിച്ച് വലിയതാക്കി വാചാലമാക്കി ബലൂൺ പോലെ വീർപ്പിച്ച് പറയുക എന്നുള്ളതും ആരുടെ സ്വഭാവമാണ്? കപടവിശ്വാസിയുടെ സ്വഭാവമാണ്. തെളിവെന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹയാഉ വൽ അയ്യു ശുഅബത്താനി മിനൽ ഈമാൻ, വിനയവും ലജ്ജയും, വിനയം കാണിക്കുക ലജ്ജ കാണിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ 2 ശാഖയാണ്. എന്നാൽ വൽ ബദാഅത്തു വൽ ബയാൻ ശുഅബത്താനി മിനൻ നിഫാഖ്, ഒരു പിന്നെ പിച്ചും ഭയം പറയും പോലെ ഇങ്ങനെ അശ്ലീല സംസാരങ്ങൾ സംസാരിക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ ഇല്ലാത്തത് പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതും എന്തിൻ്റെ സ്വഭാവമാണ്? കാപ്പട്യത്തിൻ്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണ കാണാം. അത് മതി. അപ്പം ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എന്താണ്? കപടവിശ്വാസിയുടെ സ്വഭാവമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. അതെന്താ?
ഉള്ളിലില്ല, പിന്നെ ഉള്ളിൽ അകത്തില്ലാത്തൊരു കാര്യം പുറത്ത് കാണിക്കുക അല്ലേ? ഈ എന്തിനാ നേരത്തെ പറഞ്ഞ ഞാനൊരു ജന്തു ഇല്ലേ, എന്തിനേന് പെരിച്ചായിൻ്റെ സ്വഭാവം എന്നിലുങ്ങളിലുണ്ടോ എന്ന് ആത്മവിചാരണ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് അള്ളാഹു തആല ഈ ആയത്തെ നമ്മെ പഠിപ്പിക്കും. അങ്ങനെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങി യഥാർത്ഥ മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.